വാസുദേവായ ഭഗവതേ വാസുദേവായ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം ശ്രീരാധ സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. ശൈലജ മാതാജി. ഹരേ കൃഷ്ണ. ശൈലജ സുഗതൻ മാതാജി. ഹരേ കൃഷ്ണ. ഒന്ന് പരിചയപ്പെടുത്തുമോ? ഹരേ കൃഷ്ണ. നമുക്ക് മാതാജി അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. മാതാജി ആ മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തുമോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ആ ഞാൻ ജോലി സ്ഥലത്താ. അതെയല്ലേ. ആ ആ ആ ആ ആ, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണ്. അതെയോ. ആ ആ അപ്പൊ എന്തായാലും ക്ലാസ് കേൾക്കാം. ഓക്കെ. ആ, ഇവിടെ ഒരച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്. അതെയല്ലേ. ഹരേ കൃഷ്ണ. ആ, അവർക്ക് അപ്പൊ പ്രണാമം. അച്ഛനെ നോക്കണ ലേഡി ഇന്ന് വീട്ടിൽ പോയി. അതെ. ആ ആ അപ്പൊ ആ അപ്പൊ ഞാന് അച്ഛനെ നോക്കാന് ഇന്ന് ഇവിടെ നിക്കാൻ പറഞ്ഞു. ഇതമ്മ. അതെയല്ലേ. ആ. ആ അതെയല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഖമായിരിക്കുന്നു അമ്മയ്ക്ക്? ആ ആ, കുഴപ്പമില്ല. എനിക്കൊരു ഫ്രാക്ചറാ പറഞ്ഞു അതുണ്ടാവല്ലേ. ആ, അതെ അതെ. ആ ആ കംപ്രഷൻ ഫ്രാക്ചർ ആയിട്ട് റെസ്റ്റിലിരിക്കുക. അതെയല്ലേ. പുറത്തുകൊണ്ട് ഇറങ്ങാൻ അമ്പലത്തിൽ കൊണ്ട് പോകാൻ തുടങ്ങിയിട്ടില്ല. ആ അതെയല്ലേ. ആ ഹരേ കൃഷ്ണ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഉം. താങ്ക് യു. ഓക്കേ. ഭഗവാന്റെ വലിയ ഭക്തിയാണ് പ്രഭു. 24 hours മായന മാത്രമുള്ളൂ. അതെയല്ലേ. ആ ആ. ഒരുപാട് സന്തോഷം. ഉം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്നത് 5-ാമത്തെ അധ്യായം ആണ്. സ്കന്ധം 1. 5-ാമത്തെ അധ്യായം നാരദ മുനിയുടെ ഭാഗവത നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ എടുത്തു. അപ്പൊ നാരദമുനി ആഗതനായി ആരുടെ വ്യാസദേവൻ എന്താണ് ആകപ്പാടെ ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുകയായിരുന്നു അല്ലെ. ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന് ഇംഗിതം അറിഞ്ഞ് നാരദമുനി അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ നാരദമുനി ആ, ഈ നാരദമുനിയും വ്യാസദേവനുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലെ വ്യാസദേവൻ കഴിഞ്ഞ ശ്ലോകത്തിൽ 5-ാമത്തെ ശ്ലോകം നമ്മൾ എടുത്തത് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പോകാം. വ്യാസദേവൻ അരുളി ചെയ്തു, താങ്കൾ എന്നെ സംബന്ധിച്ച് പ്രസ്താവിച്ചതൊക്കെയും പൂർണ്ണ സത്യങ്ങളാണ്. അങ്ങനെയാണെങ്കിലും അവയെ രചിച്ചു കഴിഞ്ഞെങ്കിലും എനിക്ക് മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല. സ്വയംഭൂവായ ലൗകിക മാതാപിതാക്കൾ ഇല്ലാത്ത ജീവാത്മാവിന്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ സന്താനമാകയാൽ അങ്ങേക്ക് അനന്തമായ ജ്ഞാനമുണ്ട്. ആകയാൽ എന്റെ അസംതൃപ്തിക്ക് മൂലഹേതു എന്തെന്ന് ഞാൻ താങ്കളോട് ആരായുന്നു. അപ്പം ഈ എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസംതൃപ്തി വന്നതെന്നുള്ളതിന്റെ കാരണം ആ ആ താങ്കൾക്ക്, അതായത് ബ്രഹ്മപുത്രൻ ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്താണ് അഗാധമായ പാണ്ഡിത്യവും ജ്ഞാനവും ഉണ്ട്. എല്ലാം മുൻകൂട്ടി അറിയാനായിട്ടുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഒക്കെ അങ്ങേക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ദയവായി ഈ അസംതൃപ്തിയുടെ കാരണം ഒന്ന് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം ഇന്ന് എടുക്കേണ്ടത് 6-ാമത്തെ ശ്ലോകമാണ്. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യാമുപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യന്തി വത്യത്തി ഗുണൈർസംഗഃ. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യാ ഉപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യ പത്യത്തി ഗുണൈർ സംഗൈ. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യാമുപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യ വത്യത്തി ഗുണൈർ സംഗഃ. ഹരേ കൃഷ്ണ. ഇന്നിപ്പം ആരെയും കാണുന്നില്ല. ഞാൻ അംബിക മാതാജി അവരാരും ഇല്ലല്ലോ. ആരെയും
കാണുന്നില്ല. എന്നാൽ കൃഷ്ണകുമാരി മാതാജി തന്നെ വേണമായിരിക്കും. മാതാജിയും ശോഭന മാതാജിയും അവസാനം വരെ വായിക്കാനുണ്ട്. മാതാജി വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. സ വൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശം സൃജത്യവധി വത്തി ഗുണൈ സംഗഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. സൈവൈ ഭവാൻ വേദ സമസ്തോ ഗുഹ്യ ഉപാസിതോ യത് പുരുഷ പുരാണ ഉപാസിതോ യത് പുരുഷ പുരാണ പരവോരശോ മനസൈവ വിശ്വം സുകൃത്യവത്യന്തി ഗുണാർ സംഘ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മല്ലിക മാതാജി 6-ാമത്തെ ശ്ലോകം എടുത്തെങ്കിൽ വായിച്ചോളൂ. 5-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. 5-ാമത്തെ അധ്യായം 5-ലെ 6. 6-ാമത്തെ ശ്ലോകം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം പ്രഥമസ്കന്ധ അധ്യായം 5 ശ്ലോകം 6. സ വൈ ഭവാൻ വേദ സമസ്തരൂപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യഗുണൈര സംഘ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ നോക്കാം. ജി ശ്രീലപ്രഭ. സ അപ്രകാരം വൈ നിശ്ചയമായും ഭവാൻ അങ്ങ് സ്വയം വേദ അറിയുന്നു സമസ്തവും ഗുഹ്യം അതീവ രഹസ്യം ഉപാസിത ഭക്തനായ യൽ ആകയാൽ പുരുഷ പരമദിവ്യോത്തമ പുരുഷൻ പുരാണ പുരാതനമായ പരാവരേശ ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെ നീന്താവ് മനസ്സ് ഏവ മാത്രം വിശ്വം പ്രപഞ്ച സൃഷ്ടിക്കുന്നു അവധി അത്തി ഉന്മൂലനം ചെയ്യുന്നു ഗുണപരമായ അസംഖ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സ്വതന്ത്രമായ വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. ജയ ശ്രീലപ്രഭുപാദ്. അല്ലയോ പ്രഭുവെ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനും ആത്മീയ ലോക പരിപാലകനും ഭൗതിക ലോക സൃഷ്ടാവും സംഹാരകനുമായ പരമദിവ്യോത്തമ പുരുഷനെ അങ്ങ് ആരാധിക്കിയാൽ ദുർജ്ഞേയമായ സർവ്വതും അങ്ങേക്ക് സുഗ്രാഹ്യമാണ്. അതിന്റെ ഭാവാർത്ഥം മല്ലിക മാതാജി. മാതാജി മ്യൂട്ടിലാക്കിയിട്ടാണോ? ഞാനല്ലേ പഠിച്ച ഭാവാർത്ഥം ശീലപ്രഭു ഭഗവത് സേവനത്തിൽ 100% പൂരതനായ ഒരാൾ സർവവിജ്ഞാനത്തിന്റെയും സംഖ്യയാകുന്നു. അത്തരം ഭഗവത് ഭക്തൻ ഭക്തി സേവനത്തിലെ പരിപൂർണതയുടെ സാക്ഷാത്കാരത്താൽ പരമദിവ്യോത്തമ പുരുഷന്റെ യോഗ്യതകളാൽ പൂർണ്ണാഭിജ്ഞനും ആകുന്നു. ആകയാൽ 8 വിധത്തിലുള്ള യോഗശക്തികളുടെ പരിപൂർണത സാക്ഷാത്കാരം, അതായത് അർത്ഥസിദ്ധികൾ, അദ്ദേഹത്തിന്റെ ദൈവിക സമ്പത്തിന് സമക്ഷം വളരെ തുച്ഛമായി തീരുന്നു. ഓരോ ജീവാത്മാവും പ്രാപ്തമാക്കാൻ യത്നിക്കുന്ന ആത്മീയ പരിപൂർണത സാക്ഷാത്കാരത്താൽ നാരദനെ പോലുള്ള ഭക്തന്മാർക്ക് അത്ഭുത കൃത്യങ്ങൾ പ്രവർത്തിക്കാനാകുന്നു. പരമദിവ്യോത്തമ പുരുഷന് തുല്യനല്ലെങ്കിലും ശ്രീനാരദൻ 100% പരിപൂർണമായ സാക്ഷാത്കാരത്തോടു കൂടിയ ആകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വ്യാസദേവൻ വീണ്ടും ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞ 5-ാമത്തെ ചോദ്യത്തിന് ചോദിച്ച അതിന് തുടർച്ചയായിട്ട് നാരദമുനിയോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രഭുവേ. അപ്പം നമ്മളൊക്കെ അറിയാമല്ലോ, കൃഷ്ണാഭോഗത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നത് പ്രഭു എന്നും മാതാജി എന്നാണല്ലോ അല്ലെ. അതായത് പ്രഭു എന്ന് പറഞ്ഞാൽ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ് അല്ലെ. അപ്പൊ നമ്മളിലെല്ലാം ഭഗവാന്റെ അംശം ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം പ്രഭു എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെ. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് ഗുരുവാണ്. അപ്പൊ അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠനായ ആളായതുകൊണ്ട് ആണ് ഇവിടെ പ്രഭു എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് അങ്ങ് അല്ലെ. നാരദമുനി തീർച്ചയായിട്ടും ത്രിഗുണങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല, ത്രിഗുണങ്ങൾക്ക് അതീതനാണ്, അല്ലെങ്കിൽ ശുദ്ധ സ്വാത്വിക് മൂഡിലുള്ള ഒരു പരം വൈഷ്ണവനാണ് എന്നുള്ള കാര്യം ആർക്കറിയാം? വ്യാസദേവന്.
അപ്പൊ അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളിൽ നമ്മൾ പെട്ടിട്ടാവണല്ലോ നമുക്കിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ത്രിഗുണങ്ങളാണല്ലോ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുതരുന്നത്. ഈ ത്രിഗുണങ്ങളുടെ അധിപതി ആരാണ്? ദുർഗാദേവി. അപ്പം അങ്ങനെ ഈ ത്രിഗുണങ്ങളിലെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആ ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ത്രിഗുണങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് അങ്ങ് നാരദമുനി. തീർച്ചയായിട്ടും അതേണെന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വ്യാസദേവൻ അങ്ങോട്ടേക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ഉത്തരം കിട്ടേണ്ടത് ഈ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ത്രിഗുണത്തിൽ നിന്നിട്ടുള്ള ലെവലിൽ നിന്നിട്ടുള്ള ഒരു ഉത്തരം അല്ല കിട്ടേണ്ടത്, അല്ലെ? ചോദിക്കുന്ന ആള് ആ ചോദിക്കുന്ന ലെവലും ആ ഉത്തരം പറയുന്ന ലെവലും എന്താണ്? ഈ ത്രിഗുണങ്ങളുടെ ലെവലിൽ ആയിരിക്കാൻ പാടില്ല, അല്ലെ? ത്രിഗുണങ്ങളുടെ ലെവലിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പൂർണ്ണമായിട്ടും ഭൗതികമായി മാറും. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? അശാശ്വതമല്ല. ഈ ഭൗതിക ലോകം തന്നെ അശാശ്വതമാണ്, അല്ലെ? അപ്പൊ ഒരു പരിഹാരം പറഞ്ഞാൽ തന്നെയും അതെന്താണ്? അശാശ്വതമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആത്മീയ ലോക പരിപാലകനും ഭൗതിക ലോക സൃഷ്ടാവും സംഹാരകനുമായ പരമദിവ്യോത്തമ പുരുഷനെ അങ്ങ് ആരാധിക്കിയാൽ ദുർജ്ഞേയമായ സർവ്വതും അങ്ങേക്ക് സുഗ്രാഹ്യമാണ്. അതായത് അങ്ങ് ആരാധിക്കുന്ന വ്യക്തി ആരാണ്? സദാ നാരദമുനി എങ്ങനെയാണ് നടക്കുന്നത്? സദാ നാരായണ ജപിച്ചിട്ടാണ് നടക്കുന്നത്, അല്ലേ? അതുപോലെ നാരദമുനിക്ക് മാത്രമാണ് ഈ ഒരു കഴിവ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെ ലോകങ്ങളിലും ഏതൊക്കെ ബ്രഹ്മാണ്ടങ്ങളിലും വൈകുണ്ഠത്തിലും എപ്പം വേണമെങ്കിലും വിസയോ ടിക്കറ്റോ ഒന്നും വേണ്ട, ഫ്ലൈറ്റും പിടിക്കണ്ടല്ലേ? നാരദമുനിക്ക് എന്താണ്? മനസ്സുകൊണ്ട് ഇച്ഛിക്കുന്ന അനുസരിച്ചിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഗന്ധർവന്മാര് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ? സന്ധ്യാസമയത്ത് ഈ അത് പറഞ്ഞ ഈ ഈ പെൺകുട്ടികളോട്, അതായത് കൗമാരപ്രായമുള്ള പെൺകുട്ടികളോട് ത്രിസന്ധ്യാ സമയത്തും അങ്ങനെയൊക്കെയുള്ള സമയത്ത് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നിൽക്കരുത്, ഗന്ധർവന്മാർ വന്ന് കൂടുമെന്നൊക്കെ പറഞ്ഞല്ലേ? അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഗന്ധർവൻ കാവ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ലിയ മാതാജിക്കൊക്കെ അറിയാമല്ലോ, അല്ലെ? ഗന്ധർവൻ ഇങ്ങനെ വന്ന് കൂടും, ഓരോരുത്തരുടെയും ദേഹത്ത് ഓരോ സ്ത്രീകളുമായിട്ട് ചങ്ങാത്തം കൂടും. അങ്ങനെ എന്താ ഞാൻ അമ്പിയ മാതാജി എന്തോ പറയാം. കല്യാണം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികൾ പുറത്തിറങ്ങരുത് പറയും. അല്ല, അത് നമ്മുടെ ആളുടെ മേത്ത് കൂടത്തില്ല, അങ്ങനെ സുന്ദരികളുടെ മേത്തേ കൂടത്തുള്ളൂ. അതെ, മാതാജി സുന്ദരിയാണല്ലോ ചെറുപ്പത്തിലെ. കൗമാരപ്രായമായ പെൺകുട്ടികൾ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങരുത് എന്ന് പറയും. ഇപ്പോഴും സുന്ദരിയല്ലേ മാതാജി? നമ്മളെ കണ്ടാ നല്ല ഗന്ധർവൻ ഓടിപ്പോകും നമ്മളെ കണ്ട. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാതാജി, നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. അവര് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു പറയും. അതെ അതെ. അപ്പൊ അന്ന് അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിരുന്നു, അല്ലെ? ഗന്ധർവന്മാര് വരുന്നതൊക്കെ. അത് ഗന്ധർവന്മാരൊക്കെ ഉള്ള ലോകം എന്ന് പറയുന്ന ഈ സ്വർലോകമാണ്, അല്ലെ? നമ്മുടെ ഇത് ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം, അവിടെയൊക്കെയാണ് ഗന്ധർവന്മാർ. ഈ ആരാണ്? ഈ ദേവലോകത്ത് അവിടെ പാട്ട് പാടുന്നവരാണ്, അല്ലെ? വീണയൊക്കെ വെച്ചിട്ട് മറ്റേ സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതാണ് ദേവന്മാർക്കൊക്കെ, ആ ദേവന്മാരുടെ ഒക്കെ സഭയിലൊക്കെ, അല്ലെ? അപ്പൊ അവർക്ക് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശിക്ഷയാണ്, അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? കുറെ സിനിമകളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗന്ധർവന്മാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് പണിഷ്മെന്റിന് ഇടയാകും. അവർക്ക് ഒരു പ്രത്യേക സമയം കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റത്തില്ല. കാലയളവുണ്ട്. നമ്മുടെ ഭൗതിക ലോകത്തെ സിനിമ ഉണ്ടായിരുന്നു. ഒരു വർഷം ഇവിടുത്തെ എന്താണ്, ഇവിടുത്തെ ഒരു വർഷം അവരുടെ ഒരു ദിവസമാണ്, അല്ലെ? അപ്പൊ ഈ കാലയളവ് അങ്ങനെയൊക്കെയുള്ള പല വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പം ഗന്ധർവന്മാർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വരുമ്പോൾ അവരെ ഇവിടെ കുടിയിരുത്തും. അവരിവിടെ ഭയങ്കര സർവനാശം വരുത്തും. പിന്നെ അങ്ങനെ എന്ത് ചെയ്യും? ആവാഹിച്ച് ആരെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും തടിയേലോ ഇലഞ്ഞിയേലോ കൊണ്ട് ആവാഹിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രമൊക്കെ പണിത് ഇവിടെ ഇരുത്തും, പോകാൻ പറ്റാത്തവർക്കൊക്കെ. ഏതെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള എന്താണ് ആ ഒരു എന്താണ് ഈ പ്രേമബന്ധത്തിൽ കുടുങ്ങി പല ഗന്ധർവന്മാർക്കും തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെ പോലും ഈ ഗന്ധർവന്മാർക്കും ദേവന്മാർക്കും പോലും ഈ നമ്മളുടെ ഒരു ലോകം വിട്ടിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ അസുരന്മാര് സത്യയുഗത്തിലും മറ്റുള്ള ത്രേതായുഗത്തിലൊക്കെ കണ്ടു. അസുരന്മാര് താമസിക്കുന്ന എവിടെയാണ്? രസാതലം, പാതാളം ഒക്കെ അങ്ങനെയുള്ള താഴേക്കുള്ള ലോകങ്ങളിലാണ്, അധമ ലോകങ്ങളിലാണ് താമസിക്കുന്നത്. അവർ എവിടെ പോയിട്ടായിരുന്നു ഇന്ദ്രനെ, എത്ര ലോകങ്ങൾ മുകളിലോട്ടാണ് സ്വർലോകം കിടക്കുന്നത്. അപ്പൊ അത്രയും താഴേന്ന് വന്നിട്ടാണ്
ഇവിടെ ആക്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെ, പണ്ടത്തെ സത്യയുഗത്തിലും ഒക്കെ. അപ്പം ഒന്ന് ആലോചിക്കുക അവർ എത്ര കഴിവുള്ളവരായിരുന്നു എന്ന്. അപ്പൊ പോയിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ അവതാരം എടുക്കേണ്ടി വന്നത്? കാര്യം ഇവർക്ക് അലൗഡ് അല്ല മറ്റൊരു ലോകത്തിലേക്ക് പോകാനും അവിടെ കീഴടക്കാനും ഒക്കെ. അതുപോലെ വരാഹ അവതാരം അതായത് നമ്മുടെ മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം അല്ലേ, ഈ മിഡിൽ നടുക്കിരിക്കുന്നതാണല്ലോ ഭൂമി. ആ ഭൂമിയെ എടുത്തോണ്ട് ആര് പോയി ഈ ഭൂമി അത്രയും വലിയ ഭൂഗോളത്തെ ഈ ഹിരണ്യാക്ഷൻ വന്നിട്ട് എടുത്ത് എവിടെ കൊണ്ടേ താഴ്ത്തി? ഈ ഗർഭസമുദ്രത്തിലാണ് ഗർഭോദയസായി വിഷ്ണു ശയിക്കുന്നത്. അറിയാമല്ലോ, ഗർഭസമുദ്രത്തിൽ അദ്ദേഹത്തിന് നാഭിയിൽ നിന്ന് വന്ന പൊക്കിളിൽ പൊക്കിൾക്കുടയിൽ കൂടെ വന്ന താമരത്തണ്ടിന്റെ അറ്റത്തുള്ള താമരയിലാണ് ബ്രഹ്മദേവൻ. അതായത് അതേത് ലോകമാണ്? സത്യലോകം അല്ലെ. ആ താമര ഇരിക്കുന്ന ഏത് ലോകത്തിലാ? സത്യലോകത്തിൽ. അപ്പൊ അതിന്റെ ഈ താമരത്തണ്ടിലാണ് 14 ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് അല്ലെ. 14 ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും മിഡിലാണ് ഭൂമി ഇരിക്കുന്നത്. ആ ഭൂമിയുടെ മുകളിലാണ് ഭൂർലോകം, ഭുവർലോകം. ഓം ഭൂർ ഭുവസ്വ. പ്രഭു ഈ സത്യലോകം ഭൗതികമാണോ? സത്യലോകം ഭൗതികമാണ് മാതാജി. ബ്രഹ്മാണ്ടത്തിനുള്ളിൽ തന്നെയുള്ളതാണ്, ഭൗതികമാണ് അതൊക്കെ. ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകമാണ് സത്യലോകം. അതും ഭൗതിക ലോകമാണ്, നശിക്കുന്ന ലോകമാണ്. ഈ മഹാപ്രളയ കാലത്ത് അതടക്കം പോകും. അത് ബ്രഹ്മദേവന് 100 വയസ്സാകുന്ന സമയത്ത് ഈ സത്യലോകം അടക്കം പ്രളയത്തിൽ ആണ്ടുപോകും. അതുവരെയുള്ള ബാക്കിയുള്ള ഈ യുഗങ്ങളും ഇതെല്ലാം നടക്കുന്ന സമയത്ത് അതിന് താഴെ വരെയുള്ള ലോകങ്ങളൊക്കെ പോവുകയുള്ളൂ, നശിക്കുകയുള്ളൂ. പക്ഷെ ഈ പറയുന്ന മഹാപ്രളയം വരുന്ന സമയത്ത് 100 വയസ്സാകുന്ന സമയത്ത് സത്യലോകം അടക്കം പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടി വീണ്ടും തുടങ്ങുക. അപ്പൊ നമ്മൾ കാണേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭോദശയായ വിഷ്ണുവിന്റെ നാഭിപങ്കജത്തിൽ അദ്ദേഹം ശയിക്കുന്ന ഓഷ്യനാണ് ഏതാണ്ട് ഗർഭോദശകായ സമുദ്രം അല്ലെ. ആ സമുദ്രത്തിലാണ് ഈ ഭൂമിയെ കൊണ്ട് എടുത്തിട്ട് അത്രയും ശക്തിയുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല അല്ലെ. നമ്മളിപ്പോ എല്ലാരും വണ്ടി വിളിച്ചിട്ടല്ല, നമുക്ക് തൊട്ട അയലക്കത്ത് പോകണമെങ്കിൽ നമുക്ക് കാറയിലോ ബൈക്കിലോ കയറി ഇരുന്ന് നമ്മൾ പോവുള്ളൂ. അങ്ങനെയുള്ള അത്രയും നമുക്ക് പരിമിതരായവർ ഈ ഒരു രാക്ഷസന്റെ കഴിവ് ആലോചിച്ച് നോക്കണം അല്ലെ. ഈ ഭൂമണ്ഡലത്തെ തന്നെ എടുത്തിട്ട് അദ്ദേഹം എങ്ങോട്ടേക്ക് കൊണ്ട് താഴ്ത്തി? ഗർഭസമുദ്രത്തിൽ. എന്നാലോചിച്ച് നോക്കിയേ. അപ്പം എന്താണ് ഇത്? പ്രകൃതിക്കും അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി നിയമങ്ങൾക്ക് വിപരീതമാണ്. അതുപോലെ അസുരന്മാര് സ്വർഗലോകത്ത് ചെല്ലുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ അസുരന്മാരെ ആക്രമിച്ചതെന്ന് ഒരു തോന്നുന്നു അല്ലെ. അസുരന്മാരെ മാത്രമായിട്ട് എന്താണ് തെരഞ്ഞുപിടിച്ച് ഇപ്പോഴും ദേവന്മാർക്ക്? കാര്യം ഒരു ലോകം വിട്ടിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാനായിട്ട് അധികാരമില്ല. നമ്മളൊക്കെ ഈ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിലെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങും എന്നും പറഞ്ഞു. ഇല്ല പ്രഭുപാദര് തീർത്തും പറയുന്നുണ്ട് ചന്ദ്രനില് അങ്ങനെ ഒരു മനുഷ്യ ആത്മാവിനോ ഒരു യന്ത്രത്തിനോ പോകാനായിട്ട് സാധ്യമല്ല. പോയി അതെല്ലാം വേറെ എവിടെയോ ആണ് അവർ പോയിട്ട് ഫോട്ടോ ഇട്ടതും അതും ഇതുമല്ല. അങ്ങനെ പോകാൻ സാധ്യമല്ല. ഒരു ജീവാത്മാവിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ശരീരമുള്ള ഒരു ആൾക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ നല്ല നല്ല പ്രവൃത്തികളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത ആൾക്കാർക്കാണ് ചന്ദ്രനിലേക്ക് ആത്മാവ് ഉയർത്തപ്പെടത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ ഭൗതിക ശരീരം വെച്ചിട്ട് ആർക്കും പോകാനായിട്ട് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകാനായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ കാലയളവ് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പോയിട്ട് കാലയളവ് മാറിപ്പോയ ഒരു വ്യക്തിയെ പറ്റി നമുക്കറിയാം. ആരായിരുന്നു? ആർക്കാ പറയാൻ പറ്റുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഹരിനാമകീർത്തനത്തിൽ എടുത്ത ഖഡ്വാങ്കൻ നീ കേൾവി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ലതൻ കളികളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. എന്താണ് സംഭവിച്ചത് ഖഡ്വാങ്കന്? അദ്ദേഹം ദേവലോകത്ത് പോയി യുദ്ധം ചെയ്യാണ്ട് പോന്നതാണ്. അവിടുത്തെ സമയവ്യത്യാസം അറിഞ്ഞില്ല. യുദ്ധം എല്ലാം കഴിഞ്ഞ് യുദ്ധം എല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന്റെ ആയുസ് തീരാറായിരിക്കുക. അപ്പൊ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ദേവന്മാര് ചോദിച്ചു. ഞങ്ങൾ ഇതിന് പ്രത്യുപകാരം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എനിക്ക് എത്ര ആയുസ് ബാക്കിയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ എത്രയാണ്? ഒരു മുഹൂർത്തം, വെറും 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നുള്ളൂ. ഒറ്റ മുഹൂർത്ത സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു, അത്ര ബുദ്ധിമാനായിട്ടാണല്ലേ ആ 45 മിനിറ്റ് കൊണ്ട് ഭക്തിയുത സേവനം ചെയ്ത് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ച്
വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ ഭാഗവതത്തിൽ കൂടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ടൈം വ്യത്യാസവും ഇതുമെല്ലാം നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ വിസയും ടിക്കറ്റും ഒക്കെ കിട്ടണം അല്ലേ? ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകണമെങ്കിൽ അത് ദേവന്മാര് വിളിച്ചിട്ട് പോയതാണ്. അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ അർജുനനും ഒക്കെ പോയ കാര്യം നമ്മൾ അറിയാമല്ലോ അല്ലേ? അർജുനന് പോകേണ്ട ആരുടെ ത്രൂവിലാണ്, ആരുടെ സാങ്ഷനിലാണ് പോയത്? ഭഗവാന്റെ കൂടെയാണ്. ഏത് ഏത് ലീലയിലാണ് ഭഗവാന്റെ കൂടെ അർജുനൻ പോകുന്നത്? 2 പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ? ഒരു പ്രാവശ്യം ഭഗവാൻ അല്ല ഇന്ദ്രൻ കൊണ്ടുപോയതാണ്. ആ സമയത്താണ് അത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് പോയത്. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് പോയത്, ദേവലോകത്ത് പോയത്. ഇന്ദ്രൻ ആരാണ്? പിതാവ് അല്ലേ? അർജുനന്റെ പിതാവാണ് ഇന്ദ്രൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. ആരാണ്? പിതാവിന്റെ വേറൊരു ഭാര്യയായിട്ടുള്ള ഉർവശി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഉർവശിക്ക് എന്താണ്? മകന് സമാനനായിട്ടുള്ള അർജുനൻ. അതുപോലെ തന്നെ ഇതേ അർജുനൻ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ പിതാവുമായിരുന്നു അല്ലെ? നരനാരായണ യക്ഷികളായിട്ടിരുന്ന സമയത്ത് ഉർവശി എന്താണ്? അവരുടെ തൊടയിൽ നിന്നാണ് ഉദ്ഭവിച്ചത് അല്ലെ? അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ പിതാവും ഈ ജന്മത്തിൽ പുത്രനുമായിട്ടുള്ള ഒരാളോട് എന്താണ് ആഗ്രഹം തോന്നി. ആഗ്രഹം തോന്നി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അർജുനൻ എന്ത് ചെയ്തു? ഞാൻ മാതാവിന്റെ സമാനമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് അവിടത്തേക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉർവശിക്ക് ദേഷ്യം തോന്നി. ഉർവശി ഒരു ശാപം കൊടുത്തു. നീ ഷണ്ടനായി പിറകട്ടെ, ആണും പെണ്ണും കെട്ടവനായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ശാപം തരരുതെന്ന് പറഞ്ഞ് അർജുനൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്കിത് ഇഷ്ടമുള്ള സമയത്ത് അനുഭവിച്ചാൽ മതി എന്ന് പറയും. ഇഷ്ടമുള്ള സമയത്ത് 1 വർഷക്കാലം നീ ഈ ഒരു എന്താണ് ഈ ശിഖണ്ഡിയായിട്ട് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിൽ. അങ്ങനെ ആ ഒരു സമയം, അതാണ് ഉർവശി ശാപം ഉപകാരമായത്. അജ്ഞാതവാസ കാലത്ത് ബൃഹന്തളയായിട്ട് വേഷം കെട്ടിപ്പോയത്. അങ്ങനെ അർജുനൻ 2ാമത് പോകുന്നത് ഏത് ലീലയുടെ സമയത്താണ്? സന്താന ഗോപാല ലീല നടക്കുമ്പോൾ പോകുമ്പോ എന്താണ്? ഭഗവാന്റെ കൂടെ എന്താണ് പോകുന്നത്? നേരെ ആദ്യം പോയി അവിടെ പോയി ദേവലോകത്ത് ചെന്നിട്ട് അല്ല യമലോകത്ത് പോയിട്ട് യുദ്ധം ചെയ്യുകയാണ് അല്ലെ? യമധർമ്മരാജാവിന്റെ അടുക്കൽ പോയി എന്താണ് ഈ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെയെങ്കിലും ഈ കുട്ടികളും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ തോറ്റിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ ചെന്ന് കയ്യെ പിടിച്ച് നമുക്കൊരു സ്ഥലത്ത് വരെ പോകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയത്. എവിടെ? വൈകുണ്ഠത്തിലേക്ക് ഒരു ജീവാത്മാവിന് പോകാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ കൈ പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരാളവിടെ കാത്തിരിക്കുകയാണ് അല്ലെ? ഇവര് വരുന്നു നോക്കി. അദ്ദേഹത്തിന്റെ ഇച്ഛയിലാണ് ആ ലീല മുഴുവൻ നടന്നത്. ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി ദേവി നോക്കി നിൽക്കുകയാണ്. ആര്? കൃഷ്ണനും അർജുനനും കൂടെ ഒരുമിച്ച് ഇവരെ രണ്ടുപേരെയും കാണണമെന്ന് ആഗ്രഹം. അങ്ങനെ മഹാവിഷ്ണു അവിടെ നോക്കിയിരുന്നു. ലക്ഷ്മി ദേവി എന്താണ് ഈ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. 10 കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ആ കുട്ടികളുമായിട്ട് ബ്രാഹ്മണന്റെ നഷ്ടപ്പെട്ട 10 കുട്ടികളെയും ഒരുമിച്ച് കൊണ്ട് തിരിച്ചു കൊടുത്തു. അതാണ് സന്താന ഗോപാലം കഥ അല്ലെ? ഇത് കേൾക്കുമ്പോ കഥകളിയൊക്കെ പണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട് വലിയ രസം തോന്നും അല്ലെ? മാതാജിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ കഥകളി കണ്ട് നമ്മൾ ആ കഥ അറിഞ്ഞിട്ട് ആ ഒരു കഥകളി കാണുമ്പോൾ എന്തൊരു രസമായിരിക്കും അല്ലെ? സാധാരണഗതിയിൽ ഞാൻ ഈ ചെറുപ്പകാലങ്ങളിൽ കഥകളിയൊക്കെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളെങ്കിൽ അവിടെ ചെന്നിരുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കൈ കൊണ്ട് കുറെ ഗോഷ്ഠി ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇങ്ങനെ കണ്ണും കൊണ്ട് ഇങ്ങനെ വിറപ്പിക്കുന്നതും ഇതല്ലാതെ എനിക്കൊന്നും മനസ്സിലാകാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കഥ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അത് കാണുകയാണ് എത്ര രസമായി. ഞാനിപ്പോ ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേന് ആ കഥകളി ആ ആ കാര്യങ്ങളെല്ലാം മുദ്രയിൽ കൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഓരോ മുദ്രയിലും ആ ഓരോ കഥ ഇങ്ങനെ പറയുകയാണ്. അവരുടെ ഭാവം ഒക്കെ മാറുന്നത് കാണാം അല്ലെ? എത്ര ഭംഗിയാണ്. അപ്പം അതാണ് ഈ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് ആചാര്യന്മാര് പറയുന്നത്. നമ്മൾ പലപ്പോഴും കഥ അറിയാതെയാണ് ആട്ടം കാണുന്നത്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഈ നാരദ മുനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വിഷയം. ഭഗവാൻ ഏത് ലോകത്ത് എവിടെയും എപ്പം വേണമെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് ഇച്ഛിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തി വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷന്റെ പരമഭക്തനായത് കൊണ്ട് അങ്ങേക്ക് എല്ലാം തന്നെ അറിയാതിരിക്കില്ല എന്ന് വ്യാസദേവൻ പറയുകയാണ് അല്ലെ? അതായത് വൈകുണ്ഠത്തിലേക്ക് ഒരു പാസും ഇല്ല, പുരുഷസൂക്തവും വേണ്ട, ഒന്നും വേണ്ടാതെ പോകാൻ പറ്റുന്ന ആളാണ് ആര്? ഈ പറയുന്ന നാരദൻ. അതുപോലെ തന്നെ നാരദമുനി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എവിടെ ഏത് സമയത്ത് ചെല്ലണം, കംസന്റെ അടുക്കൽ ചെല്ലുന്നത്, രാവണന്റെ അടുക്കൽ ചെല്ലുന്നത്, ഇതൊക്കെ ആരുടെ ഇച്ഛപ്രകാരമാണ്?
ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് അല്ലെ? ഭഗവാന്റെ ഇച്ഛ നടക്കുക. ഇഷ്ടപ്രകാരം എങ്ങനെയാണ് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ നാരദമുനിക്ക് കൊടുക്കുന്നത്? ഹൃദയത്തിൽ വന്നിരുന്നാണ്. ഹൃദയം കൊണ്ടാണ് നാരദമുനിക്ക് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഭഗവാൻ കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പൊ അങ്ങനെ നമ്മള് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. ഇന്ന് 5 ശ്ലോകമുണ്ട്, അത് കാരണം നമുക്ക് പെട്ടെന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 7. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീമന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മാണി ധർമ്മദോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മാണി ധർമ്മദോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി, ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ല. എന്നാൽ നെറ്റിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു മാതാജിയുടെ. കൃഷ്ണകുമാരി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ത്വം പര്യടനർക്ക ഇവ ത്രിലോകി അന്തച്ഛരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മാണി ധർമ്മദോ വ്രതേ സ്നാതസ്യ മേ ന്യൂനമലം അമലം വിചക്ഷ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. പര്യടന്നർക്ക ഇവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകി മന്നഞ്ജശ്വര വായു വിവാത്മസാക്ഷി പരബ്രഹ്മാണി ധർമ്മദോ വൃത സ്നാനത്തസ്യ മേ നൂനം വിജക്ഷഃ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ ഇപ്പൊ കേക്കാവോ പ്രഭു? കേക്കാവോ? ഇപ്പൊ കേൾക്കാം. പ്രധാനപദ തർജ്ജമ. ജയശ്രീലപ്രഭത്വം താങ്കളുടെ നന്മ പര്യടനൻ സഞ്ചരിക്കുന്നു. അർക്ക സൂര്യൻ ഇവ പോലെ ത്രിലോകങ്ങളിലും ചരഹ ഏവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. വായു ഇവ സർവവ്യാപിയായ വായുവിയത്ര നല്ലതായ ആത്മസാക്ഷാത്കാര സ്ഥിതിത്ത സാക്ഷി പരാവര കാര്യകാരണ വിഷയസംബന്ധ ബ്രഹ്മാണി പരബ്രഹ്മത്തിൽ ധർമ്മദഹ ധർമ്മശാസ്ത്രങ്ങൾക്ക് വിധേയമായി വ്രതയെ ശബദത്തിൽ സ്നാതസ്യ അതിൽ ലീനനായി മേ എന്റെ ന്യൂനത അലം സുവ്യക്തമായി വിചക്ഷ്വ അന്വേഷിച്ച് കണ്ടെത്തുക. അങ്ങയുടെ വിവർത്തനം ഭാവാർത്ഥം ഡിബെങ്കിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീപ്രഭാത് ജയശ്രീലപ്രഭാത്. അങ്ങയുടെ സുശീലത സൂര്യനെ പോലെ ത്രിലോകങ്ങളിൽ സർവസ്വവും സഞ്ചരിക്കുകയും വായുവിനെ പോലെ സർവരുടെയും അന്തരംഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്രകാരം സർവവ്യാപിയായ പരമാത്മാവിന്റെ അത്രത്തോളം നന്മയുള്ളവനാണ് അങ്ങ്. ആകയാൽ ശിക്ഷണപരമായ ധർമ്മശാസ്ത്രങ്ങൾക്കും ശബദങ്ങൾക്കും വിധേയമായി അതീന്ദ്രിയത്തിൽ ആമഗ്നനായിരുന്നിട്ട് കൂടി എന്നിൽ ഭാവിച്ച ന്യൂനതകളെ ദയവായി കണ്ടെത്തി എനിക്ക് അരുളി ചെയ്യുക. അതിന്റെ ഭാവാർത്ഥം ജ്ഞാനാംബിക മാതാജി. അവർക്ക് 2-3 വരിയേ ഉള്ളു പ്രഭു. സാറില്ല, വായിച്ചോ. വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീ പ്രഭുവാദ് കീ ജയ്. അതീന്ദ്രിയ സാക്ഷാത്കാരം, സത്കർമ്മങ്ങൾ, ദേവാരാധന, ദീനവത്സലത, ദാനം, അനുകമ്പ, പരോപകാരം, അഹിംസ, കാർക്കശ്യമായ ശിക്ഷണ, ധർമ്മ അനുശാസനങ്ങൾക്ക് വിധേയമായ വേദപഠനം തുടങ്ങിയവയൊക്കെ സദാ പ്രയോജനകരങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ കണ്ടത് ഈ വ്യാസദേവൻ വീണ്ടും നാരദമുനിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഗുരു ആണ്. പിന്നെ നാരദമുനി അത്ര വലിയ പ്രഗത്ഭനായിട്ടുള്ള ആളാണെന്ന് അറിയാമല്ലോ അല്ലെ. അങ്ങയുടെ സുശീലത സൂര്യനെ പോലെ ത്രിലോകങ്ങളിൽ സർവസ്വവും സഞ്ചരിക്കും. സൂര്യൻ എന്താണ്? ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലാ ലോകങ്ങളിലും ഒരുപോലെ പ്രകാശം പകരുന്നത് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. കാര്യം അത്രയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ എത്തിച്ചേരുന്ന വ്യക്തിയാണ് നാരദമുനി അല്ലെ.
വായുവിനെ പോലെ സർവരുടെ അന്തരംഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. കാര്യം അതെന്തുകൊണ്ടാണ് അന്തരംഗത്തിൽ പ്രവേശിക്കുന്നത്? കാര്യം അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഭഗവാന്റെ നാമമാണ്, നാരായണ നാമമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? നമ്മളുടെ എല്ലാവരുടെയും അന്തരംഗത്തിൽ പ്രവേശിക്കും. എല്ലാവരുടെയും കർണത്തിൽ കൂടെ അന്തരംഗത്തിൽ പ്രവേശിക്കും. വായു മൂക്കിൽ കൂടെയാണ് കയറുന്നതെങ്കിൽ നാമം എന്താണ്? കർണത്തിൽ കൂടെ അന്തരംഗത്തിൽ പ്രവേശിക്കുന്നു. അപ്രകാരം സർവ്വവ്യാപിയായ പരമാത്മാവിന്റെ അത്രത്തോളം നന്മയുള്ളവനാണ് അങ്ങ്. അതായത് പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു, അല്ലെ? അത് നമ്മുടെ പഞ്ചപ്രാണന്റെ കൂടെ ലയിച്ചിട്ടാണ് ഇരിക്കുന്ന ആത്മാവും പരമാത്മാവും ഹൃദയത്തിൽ ഇരിക്കുന്നത്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങും സർവ്വവ്യാപിയായിട്ടുള്ള പരമാത്മാവിന്റെ അത്രത്തോളം തന്നെ ശ്രേഷ്ഠനാണ്. കാര്യം അങ്ങ് ചെയ്യുന്നത് എന്താണ്? പരമാത്മാവിന് വേണ്ടിയിട്ടുള്ള സേവയാണ് ചെയ്യുന്നത്, അല്ലെ? ആകയാൽ ശിക്ഷണപരമായ ധർമ്മശാസ്ത്രങ്ങൾക്കും ശബദങ്ങൾക്കും വിധേയമായ അതീന്ദ്രിയത്തിൽ ആമഗ്നനായിരുന്നിട്ട് കൂടി എന്നിൽ ഭാവിച്ച ന്യൂനതകളെ അങ്ങ് ദയവായി കണ്ടെത്തി എനിക്ക് അരുളി ചെയ്യുക. കാര്യം ഞാനൊരു സാധാരണ വ്യക്തി അല്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വ്യാസദേവൻ, അല്ലെ? വ്യാസദേവൻ ശിക്ഷണപരം, അതായത് ഈ പരമ്പരാ സിസ്റ്റം ഫോളോ ചെയ്തല്ലോ, അല്ലെ? ഗുരുവിന്റെ കൈകളിൽ നിന്നാണ് വ്യാസദേവൻ ഈ വിദ്യകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടൊരു സാധാരണ വ്യക്തിയൊന്നും അല്ല. ധർമ്മശാസനങ്ങൾക്കും ശിക്ഷണങ്ങൾക്കും ഒക്കെ ആ ഒരു പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? ആര്? വ്യാസദേവൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പഠിച്ചിരുന്നിട്ട് കൂടി അതീന്ദ്രിയതയിലാണ് ഇരുന്നത്. അതീന്ദ്രിയതയിൽ ആമഗ്നനായിട്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ഇരുന്നാണ് വ്യാസദേവൻ ഈ പുരാണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയത്, അല്ലെ? വേദങ്ങളെല്ലാം വിഭജിച്ചതെല്ലാം അതീന്ദ്രിയ അവസ്ഥയിൽ ഇരുന്നിട്ടാണ്. ഒരു സാധാരണ വ്യക്തി അല്ല എന്ന് വ്യാസദേവൻ പറയാൻ കാര്യം എന്താണ്? താങ്കളുടെയൊക്കെ ആ ശിക്ഷണവും ആ പരമ്പര വഴി ഞാൻ ഫോളോ ചെയ്തു വന്നതുകൊണ്ട് ഞാനൊരു സാധാരണ ലെവലിൽ അല്ല ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ കണ്ടതും ചിന്തിച്ചു. അന്നിരുന്നിട്ട് കൂടി എന്നിൽ ന്യൂനതകളുണ്ടായി, കുറവുകളുണ്ടായി. ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് കൂടി എനിക്ക് എന്തുകൊണ്ട് ഈ ന്യൂനതകൾ ഉണ്ടായി? ദയവായി അത് കണ്ടെത്തിയിട്ട് അങ്ങ് അരുളി ചെയ്യണം. എന്താണ് അതിന്റെ കണ്ടെത്തിയിട്ട് അതിന്റെ പരിഹാരവും എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം 8. ശ്രീ നാരദ ഉവാചാൻ ഭവദാനു ഉദിത പ്രായം യശോ ഭഗവതോമലം യേനൈവാസൗ ന തുഷ്യേതമന്യേ തദർശനം കിലം. ശ്രീനാരദ ഉവാച ഭവദാനുദിത പ്രായം യശോ ഭഗവതോമലം യാനൈവാസൗ ന തുഷ്യേതമന്യേ തദർശനം കിലം. ഹരേ കൃഷ്ണ. നമുക്ക് ആരോടാണ് ചോദിക്കേണ്ടത്? മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 8. ശ്രീനാരദ ഉവാച ഭവദാനുദിത പ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം കിലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനമ്പിക മാതാജി മൈക്ക്. ശ്രീനാരദ ഉവാചാം ഭഗവതാനുദിതപ്രായം യശോ ഭഗവതോ അമലം യേനൈവാസൗ ന തുഷ്യതേ മന്യേ തദർശനം കിലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ നാരദ ഉവാച ഭവദാനുദിത പ്രായം യശോ ഭവതോ അമലം യേനൈവാസൗ ന തുഷ്യേതമന്യേ തദർശനം അഖിലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശൈലജ മാതാജിയുടെ കയ്യില് ഭാഗവതം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് വായിക്കാം. ഓക്കെ. അപ്പം വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കിരി സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭ ജയ ശ്രീലപ്രഭ ശ്രീ നാരദൻ അരുളി ചെയ്തു. യഥാർത്ഥത്തിൽ പരമദിവ്യോത്തം പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞ ഗംഭീരവുമായ മാഹാത്മ്യങ്ങളെ താങ്കൾ യഥാർത്ഥമായി പവിത്രമായി വർണ്ണിച്ചില്ല. ആകയാൽ ഭഗവാന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാത്ത ആ ദർശനം മൂല്യരഹിതമായി ഗണിക്കപ്പെട്ടു. അപ്പൊ നാരദമുനി നല്ല വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു. ആദ്യത്തെ ഉത്തരമാണ് നാരദമുനിയുടെ. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിച്ചു നോക്കാം. കൃഷ്ണകുമാരി മാതാജി ഭാവാർത്ഥം.
ഹരേ കൃഷ്ണ. വ്യക്തിഗത ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ശാശ്വത ബന്ധം വ്യവസ്ഥാപിതമായി ശാശ്വത യജമാനന്റെ നിത്യസേവകനായി വർത്തിക്കുകയാകുന്നു. ഭഗവാൻ സ്വയം ജീവാത്മാക്കളെ വിസ്തരണം നടത്തിയിരിക്കുന്നത് അവരിൽ നിന്നുള്ള പ്രേമയുത സേവനം സ്വീകരിക്കാനായിട്ടാണ്. മാത്രവുമല്ല, ജീവാത്മാക്കളെ ഭഗവാനെ ഇരുവരെയും സംതൃപ്തമാക്കുന്ന ഏക ഘടകമാണിത്. വ്യാസദേവനെ പോലെ അദ്വിത ഉത്പന്നമായ പണ്ഡിതൻ വേദസാഹിത്യങ്ങൾക്ക് വേദാന്ത സൂത്രത്തോടെ സമാപിക്കുന്ന നിരവധി വിസ്തരണങ്ങൾ രചിച്ചുവെങ്കിലും അവയൊന്നിലും പരമദിവ്യോത്തമ പുരുഷനെ സുവ്യക്തവും സവിസ്തരവും സ്ഫുടമായും പ്രത്യക്ഷത്തിൽ മഹാത്മ്യപ്പെടുത്തിയിട്ടില്ല. ഭഗവത് മഹാത്മ്യങ്ങളെ സ്പഷ്ടമായി പ്രതിപാദിക്കാത്ത ശുഷ്കമായ ദാർശനിക വീക്ഷണങ്ങൾ പരമാത്മാവായ ഭഗവാന്റെ അതീന്ദ്രിയ വിഷയങ്ങളെ വർണ്ണിക്കുന്നവയായാലും അവയിൽ നാമമാത്രമായ ആകർഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ അവസാന വാക്ക് പരമദിവ്യോത്തമ പുരുഷനാകുന്നു. നിരപേക്ഷവും പരമവുമായ സത്യത്തെ നിർവ്യക്തിക ബ്രഹ്മൻ അഥവാ കേന്ദ്രീകൃത പരമാത്മാവായി സാക്ഷാത്കരിക്കുമ്പോൾ ലഭ്യമാകുന്ന അതീന്ദ്രിയ പരമാനന്ദത്തിന്റെ സമൃദ്ധി പരമദിവ്യോത്തമ പുരുഷന്റെ മഹാത്മ്യങ്ങളുടെ പരമമായ സ്വസാക്ഷാത്കാരത്തെക്കാളും ന്യൂനമാണ്. വേദാന്ത സൂത്രത്തിന്റെ രചയിതാവ് സ്വയം വ്യാസദേവനാണ്. അദ്ദേഹം രചയിതാവായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന് വൈഷമ്യം അനുഭവപ്പെട്ടു. ആകയാൽ രചയിതാവായ വ്യാസദേവനാൽ നേരിട്ട് വിശദീകരിക്കപ്പെടാത്ത വേദാന്ത സൂത്രത്തിന്റെ ശ്രോതാക്കൾക്കും പഠിതാക്കൾക്കും ഏതുവിധ അതീന്ദ്രിയ പരമാനന്ദമാണ് പ്രാപ്തമാകുന്നത്. അതേ രചയിതാവിനാൽ സ്വയം ശ്രീമദ് ഭാഗവത രൂപത്തിൽ വേദാന്ത സൂത്രത്തെ വിശദീകരിക്കേണ്ടത് ആവശ്യകത ഈ ഗ്രന്ഥത്തെ ഉദ്ഘാടനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മളിവിടെ കണ്ടത് ഈ വ്യാസദേവൻ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും അതുപോലെ തന്നെ വേദങ്ങളുടെ അവസാനം വേദാന്ത സൂത്രവും രചിച്ചു. അപ്പൊ വേദാന്ത സൂത്രത്തിന്റെ ആ പഠിതാക്കൾക്കും ഒന്നും എന്താണ് അതൊരു അതീന്ദ്രിയ ആനന്ദത്തിൽ ഒന്നും അവരെ എത്തിച്ചേരുന്നില്ല. അത് എഴുതുന്ന ആൾക്കറിയാമല്ലോ. എഴുതുന്ന ആൾ വളരെ ആസ്വദിച്ചുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഠിതാക്കൾക്കും അതേ ആസ്വാദനം അവരിലേക്കും പകർന്നെത്തും അല്ലെ. അതൊരു കൊടുക്കൽ വാങ്ങലാണ് അല്ലെ. എഴുതുന്നയാള് നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കുന്ന ആൾക്കാർക്കും അതിന്റെ നല്ല ഒരു ഇത് കിട്ടും. പക്ഷെ ആ ഒരു പൊട്ടൻസികളൊന്നും ഈ വേദങ്ങളുടെ അവസാനം വേദാന്തം എഴുതിയിട്ടും വേദാന്ത സൂത്രം എഴുതിയിട്ടും ഈ പറയുന്ന പഠിതാക്കൾക്കും ശ്രോതാക്കൾക്കും അതീന്ദ്രിയ ആനന്ദത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വന്ന അവസ്ഥ അത് തീർച്ചയായിട്ടും വ്യാസദേവനിൽ അത് അനുഭവപ്പെട്ടു, ആ തിക്കുമുട്ട്. അപ്പൊ നാരദൻ പറഞ്ഞു, അരുളി ചെയ്തു, യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞ ഗംഭീരവുമായ മാഹാത്മ്യങ്ങളെ താങ്കൾ യഥാർത്ഥമായി സവിസ്തരമായി വർണ്ണിച്ചിട്ടില്ല. അപ്പം ഈ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു 18 പുരാണങ്ങളിലുള്ള സാത്വികമായിട്ടുള്ള പുരാണങ്ങൾ, ഗരുഡ പുരാണമുണ്ട്, സ്കന്ദപുരാണമുണ്ട്, ബ്രഹ്മവൈവർത്തക പുരാണം, അതുപോലെ തന്നെ ശിവപുരാണം, അങ്ങനെ ദേവി മാഹാത്മ്യം, അങ്ങനെ പറയുന്ന പല പല ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ അവരവരുടെ സാധകർക്ക് താല്പര്യം വരുന്ന രീതിയിൽ, അതായത് ഓരോ ഗുണങ്ങളിലും പെട്ട ആൾക്കാർക്ക് അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി പോന്നിരുന്നത്. കാര്യം ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താണ് കളങ്കരഹിതമല്ല. യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതം, യാതൊരു അമംഗളങ്ങളും ഇല്ലാത്തതാണ്, ഉദാത്തമാണ് അല്ലെ. പിന്നെന്താണ് മനോജ്ഞ ഗംഭീരവുമായ മാഹാത്മ്യങ്ങള്. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞാൽ തീരുവോ? ഇല്ലല്ലോ അല്ലെ. അതുപോലെ അത് സവിസ്തരമായിട്ട് അവിടെ എങ്ങും വർണ്ണിച്ചിട്ടില്ല. ഈ ഭഗവാന്റെ ലോകോത്തരങ്ങളോ അല്ലെങ്കിൽ പരമശ്രേഷ്ഠമായിട്ടുള്ള മാഹാത്മ്യങ്ങളെയൊന്നും വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തിയാകാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇത് മൂല്യരഹിതമായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധിച്ചത്. കാര്യം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഭഗവാന്റെ മഹിമകളെ, ഭഗവാൻ എന്താണ് സ്തോത്രപ്രിയനാണ് അല്ലെ. ഭഗവാൻ സ്തോത്രപ്രിയനായതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്താണ്, ഭഗവാനെ ഒരുപാട് സ്തുതിക്കണം. ഭാഗവത്തിൽ ആ സ്തുതികൾ തന്നെയാണ് അല്ലെ. പ്രധാനപ്പെട്ട ഭാഗവത്തിലെ കുറെ സ്തുതികൾ പറയാമോ? ആർക്കാ പറയാൻ പറ്റുന്നത്? കുന്തി സ്തുതി, ബ്രഹ്മസ്തുതി, പ്രഹ്ലാദ സ്തുതി, ഉത്തരാസ്തുതി, ഉത്തരസ്തുതി, വൃത്രാസുരന്റെ സ്തുതി, ഉണ്ട്. വൃത്രാസുരന്റെ സ്തുതിയുണ്ട്,
പിന്നെ എന്താണ് ഗോപീഗീതം, ഭ്രമരഗീതം, പിന്നെ എന്താണ് അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് പിന്നെ എന്താണ് നമ്മുടെ ഈ ഇതാണല്ലോ ഭീഷ്മപിതാകരണം, ഭീഷ്മസ്തുതി, അങ്ങനെ വേണ്ട ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ഗജേന്ദ്ര സ്തുതി, പ്രഹ്ലാദ സ്തുതി, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് കിടക്കാണ് അല്ലേ. അപ്പൊ സ്തുതികൾ മാത്രമാണ് ഇങ്ങനെ അടുക്കി അടുക്കി നിരത്തി വെച്ചിരിക്കുക ഭാഗവതം ഒട്ടുമിക്കടത്തോളം അല്ലെ. പരമദിവ്യോത്തമ പുരുഷന്റെ ആ അവതാരങ്ങള്, ലീലകള്, അദ്ദേഹത്തിന്റെ ഭക്തരും അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകള്, ഇതിനെപ്പറ്റി തന്നെയാണ് ഭാഗവതം പറയുന്നത് അല്ലെ. അപ്പൊ പരമദിവ്യോത്തമ പുരുഷൻ എങ്ങനെ സന്തോഷം വരാതിരിക്കും? അപ്പം മറ്റുള്ള ആ ഗ്രന്ഥങ്ങളിൽ ആ ഒരു രീതിയിലുള്ള ലെവലിലല്ല അത് എഴുതിയിരിക്കുന്നത് ആയതുകൊണ്ട് എന്താണ് അത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ അത് തൃപ്തിപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് അത് വായിച്ചിരിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ അത് എഴുതിയ ആൾക്കും ഒരു തൃപ്തി ഇല്ലാത്തതെന്നുള്ള കാര്യം നാരദമുനി ഇവിടെ വെളിപ്പെടുത്തി. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ നാരദമുനി ആ കാര്യം വെളിപ്പെടുത്തി, കൂടുതൽ വളച്ചു കെട്ടാതെ തന്നെ. ഇനി അടുത്ത 9ാമത്തെ ശ്ലോകം. യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത നഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിത. യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിത. യഥാ ധർമാദയാശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാൻ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതഃ. ഹരേ കൃഷ്ണ. നമുക്ക് ആരാണ് വായിക്കുന്നത്? ശോഭന മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. യഥാ ധർമാദയശ്ചാർത്ഥമുനിവരാനുകീർത്തിത നദാ വാസുദേവൈസ മഹിമ അനുവർണിത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 9. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീലപ്രഭാത്. ഏതാ അത്രത്തോളം ധർമ്മ ആദയ എല്ലാവിധ 4 ധർമ്മശീലങ്ങളും അഥവാ അർത്ഥ ഉദ്ദേശങ്ങൾ മുനിവരിയ താങ്കൾ സ്വയം അനുകീർത്തിത ആവർത്തിച്ച് വിശദമാക്കി ന അല്ല തഥാ അവിധം വാസുദേവസ്യ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമാ മഹാത്മ്യങ്ങൾ ഈ നിശ്ചയമായും അനുവർണിത ആകയാൽ നിരന്തരം വർണ്ണിച്ചു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. മതപരമായ അനുഷ്ഠാനങ്ങളാൽ ആരംഭിക്കുന്ന 4 തത്വങ്ങൾ സവിസ്തരമായി താങ്കൾ വിശദീകരിച്ചുവെങ്കിലും ശ്രേഷ്ഠ ഋഷിയായ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. വീണ്ടും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയാണ്. താങ്കൾ ചെയ്ത ഒരേ ഒരു കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വേണ്ട രീതിയിൽ വർണ്ണിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള അദ്ദേഹം ഒരുപാട് തത്വങ്ങളെ വിശദീകരിച്ചു, മതപരമായ അനുഷ്ഠാനങ്ങളെ പറ്റി വിശദീകരിച്ചു. അതുപോലെ തന്നെ എന്നിട്ട് ഇത്രയും ശ്രേഷ്ഠ ഋഷിയായിട്ടുള്ള അങ്ങ് എന്താണ് ഭഗവാൻ വാസുദേവന്റെ ആ അവദാനങ്ങളെ പറ്റി വേണ്ട രീതിയിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വർണ്ണിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇതിന്റെ കാരണം. ജ്ഞാനമയ്യ മാതാജി അതിന്റെ ഭാവാർത്ഥം വായിച്ച്. മാതാജിക്ക് വലിയ ഭാവാർത്ഥം വായിച്ചു. ഇനി ആദ്യം വായിക്കാൻ പറ്റാതെ പരാതി തീരട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭാത് കീജയ്. തൽക്ഷണം തന്നെ ശ്രീനാരദൻ സത്വര രോഗഹേതു എന്തെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ പുരാണങ്ങളുടെ നിരവധി സംശോധനകളിൽ ഭഗവത് മഹാത്മ്യങ്ങളെ പരിത്യജിച്ചതാണ് വ്യാസദേവന്റെ നൈരാശ്യത്തിന് മൂലഹേതു
മൂലഹേതു. മതാനുഷ്ഠാനം, സാമ്പത്തിക പുരോഗതി, ഇന്ദ്രിയ സംതൃപ്തി, പരിത്രാണം എന്നീ വിഷയങ്ങൾക്ക് നൽകിയ അത്രത്തോളം പ്രാമുഖ്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ നൽകാതെ ഒരു സാധാരണ കാര്യമെന്ന ലാഘവത്തോടെയാണ് അദ്ദേഹം വിവർത്തനം നടത്തിയത്. ഭഗവത് ഭക്തിയുത സേവനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 4 വിഷയങ്ങളും അത്യന്തം അപ്രധാനങ്ങളാകുന്നു. അധികാരപ്പെടുത്തപ്പെട്ട പണ്ഡിതനാകയാൽ ശ്രീല വാസുദേവന് ഈ വ്യത്യാസം സുഗ്രാഹ്യമാണ്. എന്നിരുന്നിട്ടും മേന്മയേറിയ ഭക്തിയുത ഭഗവത് സേവനം എന്ന കർമ്മത്തിന് അതിരേകമായ പ്രാമുഖ്യം നൽകാതെ അദ്ദേഹത്തിന്റെ മഹാർഘമായ സമയത്തെ ഏറെക്കുറെ അനുചിതമായി വിനിയോഗിക്കുകയാൽ അദ്ദേഹം വിഷണ്ണനായി. ഭഗവത് ഭക്തിയുത സേവനത്തിൽ നിരതമാകാതെ ആർക്കും സാരവത്തായ സംതൃപ്തി ലഭ്യമല്ലെന്ന് ഇത് സുവ്യക്തമായി സൂചിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ ഈ യാഥാർത്ഥ്യത്തെ സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നു. മതാനുഷ്ഠാനത്തിൽ തുടങ്ങുന്ന ശ്രേണിയിലെ അവസാന വിഷയമായ പരിത്രാണത്തിന് ശേഷം ഒരാൾ ശുദ്ധ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനാകുന്നു. ഇതിനെ ആത്മസാക്ഷാത്കാര അവസ്ഥ അഥവാ ബ്രഹ്മഭൂതാവസ്ഥ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഈ ബ്രഹ്മഭൂതാവസ്ഥ പ്രാപ്തിക്ക് ശേഷം ഒരാൾ പൂർണ്ണ സംതൃപ്തനാകുന്നു. എന്നാൽ സംതൃപ്തി അതീന്ദ്രിയ പരമാനന്ദത്തിന്റെ ആരംഭമാണ്. ആപേക്ഷിക ലോകത്തിൽ നിഷ്പക്ഷതയും സമഭാവവും പ്രാപ്തവും ആക്കിക്കൊണ്ട് ഒരാൾ നിശ്ചയമായും മുന്നേറണം. അനന്തരം ഈ സമചിത്താവസ്ഥ തരണം ചെയ്ത ശേഷം ഒരാൾ ഭഗവാന്റെ പ്രേമയുത അതീന്ദ്രിയ സേവനത്തിൽ സ്ഥിരീകൃതനാകുന്നു. ഭഗവത്ഗീതയിൽ പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്യുന്നതും ഈ നിർദ്ദേശം തന്നെയാണ്. നിർണയം എന്തെന്നാൽ ബ്രഹ്മഭൂതാവസ്ഥ എന്ന വ്യാസദേവന്റെ പൂർവസ്ഥിതിയെ സംരക്ഷിക്കുവാനും അതുപോലെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും അദ്ദേഹം ഭക്തിയുത സേവന മാർഗത്തെ വ്യഗ്രതയോടും ആവർത്തിച്ചും വിശദമാക്കണമെന്ന് ശ്രീനാരദൻ വ്യാസദേവനെ ഉപദേശിച്ചു. ഈ നൈരാശ്യ സാന്ദ്രമായ രോഗത്തെ പ്രശമിപ്പിക്കും. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ നമ്മള് ഈ കർമാനുഷ്ഠിതമായിട്ട് പോവുകയാണെങ്കിൽ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിയകളും കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ, പിന്നെ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതോ പുരുഷാർത്ഥങ്ങൾ, അത് 4 അല്ലെ. ഏതാണ് 3 വർണ്ണങ്ങൾ 4 വർണ്ണങ്ങൾ എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യശൂദ്രർ. ഇവരുടെ ഗുണങ്ങളോ ത്രിഗുണങ്ങളാണ് അല്ലെ. സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ആശ്രമങ്ങള് ഇവര് ഫോളോ ചെയ്യേണ്ട 4 ആശ്രമങ്ങളാണ് ബ്രഹ്മചാര്യം, ഗൃഹസ്ഥാശ്രമം, സന്യാസം. അതിനുശേഷം അവർക്ക് കിട്ടുന്നതോ ഈ പ്രോസസ്സുകളിൽ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ലാസ്റ്റ് മോക്ഷത്തിനുള്ള എത്ര വളരെ ചെറിയ പ്രോസസ്സാണ് അല്ലെ. അപ്പം ഈ വ്യാസദേവൻ ഈ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആ ഒരു സ്ലോ പ്രോസസ്സിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അല്ലാതെ ഷോർട്ട് കട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തന്നെ എന്താണ് നമ്മൾ ആചരിച്ച് ഈ പറഞ്ഞ 4 വർണ്ണങ്ങളിലൂടെ നമ്മളിപ്പോ ആരെങ്കിലും ഈ 4 വർണ്ണങ്ങള് 4 ആശ്രമങ്ങൾ ഫോളോ ചെയ്യുന്നവരാണോ? വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഫോളോ ചെയ്തു പോകുന്നവരുണ്ടായിരുന്നു. ബ്രാഹ്മണന്മാരും അങ്ങനെയൊക്കെ ഉള്ളവരും കുറച്ച് തലമുറകൾ മുമ്പേ വന്നിരുന്നവർ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്ത് പോന്നുകൊണ്ടിരുന്നത്. കൃത്യമായിട്ട് എന്താണ് ഈ നമ്മുടെ വീട്ടിലൊരു പരദേവത കാണും. അതുപോലെ തന്നെ സാധനങ്ങൾ, ആചമനം, അതുപോലെ തന്നെ പിതൃപൂജ, പരദേവതാ പൂജ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓരോ വിശേഷത്തിനും പ്രത്യേക രീതിയിലുള്ള ബലിതർപ്പണങ്ങൾ, സൂര്യന് അതുപോലെ ഗായത്രി ജപിക്കുക, അതുപോലെ തന്നെ ഒരു ഗുരു കാണും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ട് ആചരിച്ചു പോന്നിരുന്നു നമ്മളുടെ കുറെ തലമുറകൾക്ക് മുമ്പേ. ഇപ്പൊ അത് ആചരിക്കാനായിട്ടൊന്നും പറ്റത്തുമില്ല, അറിയൂല്ല അതിന് പറ്റിയ കാര്യങ്ങൾ. അപ്പൊ അത് അനുഷ്ഠിച്ചു പോകുന്ന ഒരു സ്ലോ പ്രോസസ് ആണെങ്കിൽ അതൊരു കുറച്ചു കാലം മുൻപേ വന്നിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ ഇത് ആർക്കെങ്കിലും പറ്റുമോ? ഈ ചാതുർവർണ്ണയവും അതുപോലെ തന്നെ 4 ആശ്രമങ്ങളും, ആശ്രമ വ്യവസ്ഥ 25 വയസ്സ് വരെ എത്ര പേരെ ബ്രഹ്മചാരിയായിട്ട് നമുക്ക് കിട്ടും? എത്ര കുട്ടികളെ കിട്ടും? ഒരു 10-25 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം 50 വയസ്സ് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം. പ്രഭു, ഈ വർണ്ണങ്ങൾ നമ്മള്
ചെയ്തും നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് മറ്റേത് കിട്ടുന്നത് പുരുഷാർത്ഥം. ഈ അതിനകത്ത് 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങൾ ആശ്രമങ്ങള്, ആ, ആശ്രമങ്ങള്, ബ്രഹ്മചര്യം, ഇത് രണ്ടിനും പുരുഷാർത്ഥമാണ്. ഇതെല്ലാം അതല്ല ഈ അതറിയാം. അത് ഈ ചെയ്താൽ നമുക്ക് പ്രോസസ്സുകളൊക്കെ ചെയ്തു കിട്ടുന്നത് വന്നു കഴിഞ്ഞാൽ ഈ പുരുഷാർത്ഥം എന്നുള്ള ആ ഒരു ഓർഡറിലേക്കാണ് ചെല്ലുന്നത്. ഈ പുരുഷാർത്ഥങ്ങളാണ് ഇവര് ചെയ്യുന്നത്. മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഈ വർണ്ണങ്ങൾ വർണ്ണ അനുഷ്ഠിക്കുക, 4 വർണ്ണ വർണ്ണങ്ങൾ അനുഷ്ഠിക്കുക, 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ഈ പുരുഷാർത്ഥങ്ങളാണ് കിട്ടുന്നത്. പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങളാണ് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഈ ആ പുരുഷാർത്ഥങ്ങൾ, പ്രയോജനം. ആ കാമാർത്ഥം കാമാർത്ഥ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. കുറച്ചൊക്കെ ധർമ്മം നമുക്ക് പരിപാലിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. പിന്നെ എന്താണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ ധനവും അങ്ങനെയൊക്കെയുള്ള കാര്യം, കുറെ ആഗ്രഹങ്ങൾ സാധിക്കും. കാമം ആഗ്രഹങ്ങളായി. പിന്നെ അടുത്തത് എന്താണ്? അവസാനം മോക്ഷം. അപ്പൊ മോക്ഷത്തിന്റെ പടിയാകുമ്പോഴത്തേന് എന്താണ്? സന്യാസം. അതാണ് ഇതെല്ലാം അങ്ങ് കണക്റ്റഡ് ആണ്. മോക്ഷത്തിന്റെ പടിയാകുമ്പോൾ സന്യാസാശ്രമം അനുഷ്ഠിക്കുന്ന സമയത്താണ് മോക്ഷം കിട്ടുന്നത്. സന്യാസാശ്രമത്തിൽ കൂടിയാണ് മോക്ഷത്തിലേക്ക് പോകുന്നത്. അപ്പം അവസാനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇത് എത്ര വളരെ വലിയൊരു പ്രോസസ് ആണെന്ന് നമുക്ക് തന്നെ അറിയാലോ. എത്ര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇതിൽ കൂടെ പോകാനായിട്ട്. അപ്പം എവിടെയോ സംസാരിക്കുന്നത്. ഓക്കെ, മ്യൂട്ടാകുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ വ്യാസദേവൻ ഇത്രയും നാളും എഴുതിയതും പഠിപ്പിച്ചതും അല്ല, അല്ലെ? അപ്പൊ അതിൻ്റെ അകത്ത് ഈ അതീന്ദ്രിയ പ്രേമവും ഈ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഭഗവാനെ എളുപ്പം കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അല്ലേ? അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ഭക്തിയുത സേവനം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ശ്രവണത്തിൽ നിന്നാണല്ലേ തുടങ്ങുന്നത്. നമ്മൾ ആ സേവ, നമുക്ക് ഭഗവാനിലേക്ക് ഒരു സേവയും ഒരു ആകർഷണവും ഒക്കെ തോന്നണമെങ്കിൽ നമുക്ക് ഇത് എവിടുന്നാ തുടക്കം? അത് ശ്രവണത്തിൽ കൂടിയാണ് തുടങ്ങുന്നത്, അല്ലെ? ആദ്യം നമുക്ക് ഒരാളോട് ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നണമെങ്കിൽ അയാളെ പറ്റി ആരെങ്കിലും നല്ലത് പറയുന്നത് കേൾക്കണം, അല്ലെ? ആദ്യം നമ്മളുടെ അച്ഛനും അമ്മയൊക്കെയാണ് അതിന്. ഒരു കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് ഒരു ചിലരെന്താണ് പേടി, അയ്യോ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അദ്ദേഹം അമ്പോറ്റി അത് ഇത് ചെയ്യുന്നത് പേടിപ്പിച്ചിട്ടാണ് നമ്മളെ കുട്ടികളെ ഭഗവാനുമായിട്ട് എന്താണ്, ഭഗവാൻ എന്ന് പറഞ്ഞ എന്തോ ഒരു പേടി ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെല്ലാം ചെയ്തതാണ്, അല്ലെ? കുട്ടികളെ പേടിപ്പിക്കൂ, അമ്പോറ്റി അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന് പറഞ്ഞ് നമ്മൾ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു രീതിയിലാണ്, അല്ലെ? പക്ഷെ ഈ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഹിയറിങ്, ശ്രവണം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കുട്ടികളെ നല്ല ഞങ്ങളോട് പറയും മാതാജി. ഞങ്ങളോട് കൊച്ചിലെ ഈ കാവിന്റെ അവിടെ പോവരുതെന്ന് പറയുമ്പോ, അതും പ്രത്യേകിച്ച് പെമ്പിള്ളാര് കാവിന്റെ അവിടെ പോവരുത്. കാവിന്റെ അവിടെ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. കേൾക്കുന്നില്ല? അതെ. അത് മാതാജി പറഞ്ഞൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഓരോ രീതിയിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തി. പക്ഷെ ആ വിലക്കുകൾ ഏർപ്പെടുത്തുമ്പോൾ ശരിയായിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നോ? വിലക്കുകളല്ലേ പറഞ്ഞുള്ളൂ. വിലക്കുകൾ, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, വിളക്കിന് മുൻപിൽ കാല് നീട്ടി വെക്കരുത്, അല്ലെങ്കിൽ എന്താണ്, തല ചൊറിയരുത്, മുടി അവിടെ വെച്ച് പിന്നരുത്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇത് ആരാണ്, എന്താണ്, ഒരു പേടിയുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് നമുക്ക് കാണുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കും. നമുക്ക് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ കോപിച്ചു, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ കോപിച്ചു. ഭഗവാൻ കോപിച്ച് നമുക്ക് ആക്സിഡന്റ് വരുത്താനായിട്ട് ഇരിക്കുവാണോ? അല്ലല്ലോ, അല്ലെ? അപ്പൊ നല്ലതായിട്ട് പറഞ്ഞു തരേണ്ട ആരും ഇല്ലാതെ പോയി. ശരിയായിട്ടുള്ള ശ്രവണത്തിൽ കൂടെ ഭഗവാനെ എന്താണ് ആദ്യം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ഒരു ഇഷ്ടം ഭഗവാനോട് ഉണ്ടായി തുടങ്ങണം, അല്ലെ? ആ ആളെ പറ്റി. അതാണ് നമ്മൾ ഈ കൃഷ്ണാവബോധം പഠിച്ചു കഴിഞ്ഞാലുള്ള മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും കുട്ടികളെ ഭഗവാനയോട് അടുപ്പം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും, അല്ലെ? നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് പേടിപ്പെടുത്തിയാണ്, അല്ലെ? അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവിടെ തുടരരുത്, 4 ദിവസം അവിടെ മാറി നിൽക്കണം, ഇവിടെ മാറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നുകിൽ പേടി അല്ലെങ്കിൽ വെറുപ്പായി മാറി, അല്ലെ? അതിനു പകരം
ഭഗവാനെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭഗവാൻ മാലയിട്ട ഓടിക്കണം. അതിനു പകരം ഭഗവാനെ പറ്റി ശബരിമലയ്ക്ക് മാലയിട്ടാ നമ്മൾ ഓടിക്കണം. നല്ല രീതിയിലുള്ള ഒരു ശ്രവണമാണ് കേട്ടതെങ്കിൽ, ഭഗവാനെ പറ്റിയുള്ള ഒരു സ്നേഹം ഹൃദയത്തിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആദ്യ ഹിയറിങ്, പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ മനസ്സിൽ എന്താണ് ഭഗവാനെ പറ്റി ഇങ്ങനെ സ്മരണം. ഹിയറിങ് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ പറ്റി നമ്മൾ ഓർക്കും അല്ലെ, അതിനാണ് സ്മരണം എന്ന് പറയുന്നത് അല്ലെ. ആ വ്യക്തി ഇങ്ങനെ ഇരിക്കും, ഭഗവാന്റെ നല്ല ഓടക്കുഴലൊക്കെ ഉണ്ടായി 3 വളവൊക്കെ ആയിട്ട് നിൽക്കുന്നു, നല്ല കാർമുകലിന്റെ നിറത്തോടുകൂടി കായാമ്പൂ നിറത്തില്, അതുപോലെ തന്നെ എന്താണ് ഈ വനമാലയൊക്കെ ചാർത്തി ഇങ്ങനെ നിൽക്കുന്നു, നല്ല ഓടക്കുഴലിന്റെ നാദം, അതുപോലെ തന്നെ പശുക്കളൊക്കെ നൃത്തം ചെയ്യുന്നു, പാല് ചുരത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭഗവാനെ പറ്റി ഇങ്ങനെ മധുരതരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത് ഓർക്കുന്നു, ഭഗവാനെ ഹൃദയത്തിൽ ഓർക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ എപ്പോഴും എപ്പോഴും ഭഗവാനെ രൂപം കാണാനായിട്ട് നമുക്കൊരു തോന്നല് ഉണ്ടാകും, സ്മരണം. ആ സ്മരണത്തിന്റെ ഫലമായിട്ട് പിന്നെ എന്താണ് ഭഗവാനെ പറ്റി നമ്മള് അടുത്തുള്ള ആരോടും നമ്മൾ പറയാനായിട്ട് തോന്നുന്നു അല്ലെ. ആദ്യ ശ്രവണം, സ്മരണം, അത് കഴിഞ്ഞിട്ട് നമ്മള് പറയാനായിട്ട് തുടങ്ങി, ഭഗവാനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. നമുക്കുണ്ടായ അനുഭവങ്ങള്, കൃഷ്ണാനുഭവങ്ങള്, നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതും പഠിച്ചതും കേട്ടതും നമുക്കുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ അവരെയും കൂടി ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താണ് പിന്നീട് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നു, ഭഗവാനോടുള്ള ഭക്തിയുത സേവനം. അതായത് ഈ കർമ്മയോഗം നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം തുടങ്ങി. അതായത് ചെയ്യുന്നതെല്ലാം തന്നെ ഭഗവത അർപ്പിതമായിട്ട്, കൃഷ്ണാർപ്പണം ആയിട്ട് ചെയ്യുക. ഏത് ജോലി ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ശരിക്കും പോകേണ്ടത് അല്ലെ. നമ്മള് പഠിക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മള് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന രീതിയുടെ പ്രത്യേകത അതാണ്. പക്ഷെ നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ കേട്ടതും പഠിച്ചതും എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരാണോ? അല്ലല്ലേ. ശരിക്കും നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടതാണ്. എന്റെ അച്ഛനും അമ്മയും എന്താണ് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരാണ്. ദേശാഭിമാനി പത്രം വായിച്ചിട്ടാണ് എനിക്ക് പാല് തന്നുകൊണ്ടിരുന്നത്. മടിയിലിരുത്തി ദേശാഭിമാനി പത്രം വായിച്ചുകൊണ്ടാണ് അതിലെ കൊലപാതകം, അമ്മ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അതിലെ കൊലപാതകങ്ങളും അതിന്റെ ഓരോരോ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ വായിച്ചിട്ടാണ് എനിക്ക് പാല് തന്നു എന്നെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ദേശാഭിമാനി പത്രത്തിൽ ഞാനിപ്പം എന്തിലേക്കാണ് എത്തിയത്? ശ്രീമദ് ഭാഗവത്തിൽ നിന്ന്. അപ്പൊ അജ്ഞാത സുഹൃതി അല്ലേ? അജ്ഞാത സുഹൃതി, ഏതോ അജ്ഞാന സുഹൃതി, അല്ലെ ഒരിക്കലും എത്തിച്ചേരാൻ സാധ്യതയില്ല. കാര്യം ആ ദേശാഭിമാനി പത്രമായിരുന്നു എന്റെ എല്ലാം. കാര്യം അതാണ് ഞാൻ ചെറുപ്പത്തിൽ 2 വയസ്സുള്ളപ്പോ എനിക്ക് ഓർമ്മ ഉള്ള 2-2.5 വയസ്സ് തൊട്ട് ഞാൻ ഇതിലെ കഥകളും കൊലപാതകങ്ങളും കേട്ട് പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ വന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ എന്തൊക്കെയോ പറയുന്നത്. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും അതൊരു അജ്ഞാത സുഹൃതി അല്ലേ? അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കേണ്ടതാണോ? നമുക്കൊക്കെ എന്തോ ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ സാധ്യമല്ല. ഈ ഭഗവാന്റെ ഈ അതീന്ദ്രിയ സേവനം, അത് തന്നെയാണ് ഈ നാരദ മുനി ആരോട് പറഞ്ഞത്? വ്യാസദേവനോട് പറഞ്ഞത് അല്ലെ. ഈ ഒരു പ്രോസസ്സിൽ കൂടെ ആ ഭഗവാനെ പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ടും പറയാനായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല നീ ഇതുവരെ ചെയ്തത്. ഇത്രയും നാളെ നീ ചെയ്തു വന്നതൊക്കെ എന്താണ്? നമ്മൾ ആ പറഞ്ഞ മാതാജി മുമ്പേ ചോദിച്ച ആ പ്രോസസ് അല്ലെ. ആ പ്രോസസ്സിൽ കൂടെ ആണ് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ വളരെ കഠിനമായ ആ ഒരു ആചരണ വിധികളാണ് പറഞ്ഞത്. വളരെ കഠിനമാണ്, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യാസദേവൻ മറ്റു സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത് അല്ലെ. ഇതൊന്നും ചെയ്യാതെ, ഈ ഒരു സ്കൂളിൽ പോവാതെ ഭഗവത്ഗീത ഭാഗവതം എന്താണെന്ന് പോലും അറിയാത്ത ഗോപികമാര് 1000 വർഷം തലകീഴായിട്ട് വെള്ളത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച് യോഗികൾ പോലും എത്താത്ത സ്ഥലത്താണ് എത്തിച്ചേർന്നത്, ഭഗവാന്റെ ധാമത്തിലേക്ക് അല്ലെ. അത് എന്തുകൊണ്ട് പറ്റി? ഈ തലകീഴായിട്ട് ഈ ശ്വാസം എല്ലാം പിടിച്ചു നിർത്തി അത്രയും പ്രാക്ടീസ് ചെയ്ത യോഗിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലം, ഈ ഒരു വിദ്യാഭ്യാസം, ഒരു സ്കൂളിൽ പോവാത്ത അവർക്ക് എത്തിച്ചേരാൻ പറ്റി. എന്താ പറഞ്ഞാൽ അന്തേ നാരായണ സ്മൃതി, അതായത് സദാഹരി. ഇതാണ് കൃഷ്ണാവബോധം നമുക്ക് നൽകുന്നത്, സദാഹരി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
ഈ കഠിനമായ പ്രോസസ്സ്. സംസ്കൃതം കാണാൻ പഠിക്കാനായിട്ടൊക്കെ പറ്റുമോ? ഇതിൽ ഒരു ശ്ലോകം നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റുമോ? മാതാജി എത്ര നാളായിട്ട് എത്ര ക്ലാസ്സുകളിൽ കയറുന്നു, എത്ര ശ്ലോകങ്ങൾ മാതാജിക്ക് ഓർമ്മയുണ്ട്? ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടുള്ള ഇതിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? അതല്ലാതെ ഭഗവാനോട് അതീന്ദ്രിയ പ്രേമഭക്തിയിൽ വ്യാപരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ ഉണ്ട്, പെട്ടെന്ന് ഞാൻ വായിച്ചു തീർക്കാം. ന യദ്വ ച ചിത്ര പദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗണീത കർഹിച്ചിൽ തദ്വായസം തീർത്ഥ മുശന്തി മാനസ ന യത്ര ഹംസ നിരമന്ത്യുശിക്ഷയാൻ. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ: ന അല്ല, യൽ വജ പദകോശം, ചിത്ര പദം ആലങ്കാരികം, ഹരേ ഭഗവാന്റെ യശ മാഹാത്മ്യങ്ങൾ, ജഗൽ പ്രപഞ്ചം, പവിത്രം പവിത്രീകരിച്ചു, പ്രഗിണീത വിശദീകരിച്ചു, കർഹിച്ചിൽ പ്രയാസപ്പെട്ട്, തൽ ആ വായസം കാക്കകൾ, തീർത്ഥം തീർത്ഥസ്ഥാടന സ്ഥലം, ഉശന്തി ചിന്തിക്കുക, മനസ്സ ദിവ്യ വ്യക്തികൾ, ന അല്ല എത്ര എവിടെ, ഹംസ സർവ ശ്രേഷ്ഠാത്മാക്കളും, നിരമന്തി ആനന്ദിക്കുന്നു, ഉശിക്ഷയ അതീന്ദ്രിയ ധാമത്തിൽ അധിവസിക്കുന്നവർ, വിവർത്തനം സമ്പൂർണ്ണ പ്രപഞ്ച അന്തരീക്ഷത്തെയും ഏകാഗി ആയി പരിശുദ്ധമാക്കാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകേശങ്ങളെ ദിവ്യ വ്യക്തികൾ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അത് നിമിത്തം അതീന്ദ്രിയ ധാമനിവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടെ യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. അതിന്റെ ഭാവാർത്ഥം നമുക്ക് കൃഷ്ണകുമാരി മാതാജി. വലിയ ഭാവാർത്ഥമാണ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: വ്യത്യസ്തമായ മനോവൃത്തിയുള്ളവയാകയാൽ കാക്കകളോ അരയന്നങ്ങളോ ഒരേ തൂവൽ പക്ഷികളല്ല. കർമ്മഫലകാംക്ഷികളെ അഥവാ വികാര തീവ്രരായ വ്യക്തികളെ കാക്കകളോടും ദിവ്യ വ്യക്തികളെ അരണ്യങ്ങളോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ചപ്പുചവറുകൾ ഇടുന്ന സ്ഥലങ്ങളിൽ പായസങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു. അതേപോലെ വികാര തീവ്രരായ ലൗകികൾ മദ്യത്തിലും മധുരാക്ഷിയിലും ഇന്ദ്രിയ സംതൃപ്തി സാന്ദ്രമായ സ്ഥലങ്ങളിലും ആവാസ കേന്ദ്രങ്ങളും ആനന്ദം കണ്ടെത്തുന്നു. കാക്കകൾ യോഗം ചേരുന്ന സ്ഥലത്തും സമ്മേളിക്കുന്ന സ്ഥലത്തും അരയന്നങ്ങൾ ആനന്ദം കണ്ടെത്തുന്നില്ല. പിന്നെയോ വർണ്ണശബളമായ സ്വാഭാവിക സൗന്ദര്യത്തെ ബഹുവിധമായ താമരപ്പൂക്കളാൽ ഹൃദയമായ അലങ്കാരിക നിർമ്മല്യമായ പൊയ്കയിലാണ് അരയന്നങ്ങൾ കാണപ്പെടുന്നത്. ഈ ഇരു പക്ഷികളും തമ്മിലുള്ള അന്തരം ഇതാണ്. പ്രകൃതി വിഭിന്ന ജീവിവർഗങ്ങളെ വ്യത്യസ്തമായ മനോഭാവത്താൽ സ്വാധീനിക്കുന്നു. അവയെ ഒരേ പട്ടികയിലും പന്തിയിലും ഉൾപ്പെടുത്തുക സാധ്യമല്ല. അതേപോലെ വ്യത്യസ്ത മനോഭാവമുള്ള വിവിധതരം വ്യക്തികൾക്ക് വിഭിന്നങ്ങളായ സാഹിത്യങ്ങളുണ്ട്. പായസഗണത്തിലുള്ള ജനങ്ങളെ അത്യന്തികമായി ആകർഷിക്കുന്ന സാഹിത്യങ്ങളെ ഇന്ദ്രിയ വ്യക്തത വിഷയങ്ങൾ ഉൾപ്പെടുന്ന നിരാകരിച്ച സാഹിത്യ അവശേഷങ്ങളാണ്. സ്ഥൂല ശരീരത്തെ സൂക്ഷ്മ മനസ്സിനെ സംബന്ധിച്ച ലൗകിക സല്ലാപം എന്ന് അവയെ വിശേഷിപ്പിക്കുന്നു. ദൃഷ്ടാന്ത രൂപേണയുള്ള സാംസാരിക കഥകളെ സമ്പൂർണ്ണ ഉപമനോപമാന രചനകളോടെ ആലങ്കാരികമായ ഭാഷയിൽ സമഗ്രമായി ഭൗതിക വിഷയങ്ങളെ വിവരിക്കുന്നവയുമാണവ. അവയൊന്നും ഭഗവാനെ പ്രകീർത്തിക്കുന്നില്ല. ഏത് ശ്രദ്ധാവിഷയത്തെ സംബന്ധിക്കുന്നവയായാലും അത്തരം പദ്യവും ഗദ്യവും മൃതശരീരഭൂഷണവുമായി പരിഗണിക്കപ്പെടുന്നു. ആത്മീയ മൃതി സംഭവിച്ച വ്യക്തികളുടെ ആനന്ദത്തിന്റെ ഉറവിടമായ അത്തരം അചേതന സാഹിത്യങ്ങളിൽ അരയന്നങ്ങളോട് സാമ്യപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ പുരോഗതി പ്രാപിച്ച വ്യക്തികൾ ആനന്ദം കണ്ടെത്തുന്നില്ല. രജോ തമോ ഗുണങ്ങളിലുള്ള ഇത്തരം സാഹിത്യങ്ങൾ വ്യത്യസ്ത പേരുകളിൽ അല്ലെങ്കിൽ വിലാസങ്ങളിൽ പ്രചരിക്കുന്നു. അവയ്ക്ക് മനുഷ്യരുടെ ആത്മീയ വ്യഗ്രതയെ കഷ്ടിച്ച് സഹായിക്കാൻ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ആകയാൽ അരയന്ന സദൃശമായ ആത്മീയ പുരോഗതി സിദ്ധിച്ച വ്യക്തികൾക്ക് അവർക്കായി യാതൊന്നും തന്നെ ചെയ്യാൻ നിവൃത്തിയില്ല. ആത്മീയ തലത്തിലുള്ള സ്വേച്ഛാനുസാരമായ അതീന്ദ്രിയ ഭഗവത് സേവനത്തിന്റെ നിലവാരം അവർ സദാ കാത്തു സൂക്ഷിക്കയാൽ അത്തരം ആത്മീയ വികാസം പ്രാപിച്ച വ്യക്തികളെ മാനസ എന്നും വിശേഷിപ്പിക്കുന്നു. സ്ഥൂല ശാരീരിക ഇന്ദ്രിയ സംതൃപ്തിക്കായുള്ള അഥവാ ഭൗതിക ആത്മശ്ലാഘിയായ മനസ്സിന്റെ സൂക്ഷ്മ ദർശനത്തെ സംബന്ധിച്ച സൽക്കർമ്മങ്ങളെ ഇത് നിരാകരിക്കുന്നു. ഭൗതിക പുരോഗതിയാകുന്ന ഇന്ദ്രിയ ആസ്വാദനത്തിൽ പൂർണ്ണമായ നിമ്മരായ സാമൂഹ്യ സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സാംസ്കാരിക കവികൾ, സൈദ്ധാന്തിക ദാർശനികർ, രാഷ്ട്രീയക്കാർ എന്നിവർ ഭൗതിക ശക്തിയുടെ കൈപ്പാവകളാകുന്നു. പരിത്യജിക്കേണ്ട ഭൗതിക വിഷയങ്ങളുടെ ഉള്ള സ്ഥലങ്ങളിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു.
ശ്രീധരസ്വാമികളുടെ അഭിപ്രായം അനുസരിച്ച് വിചാര വേട്ടക്കാരന്റെ ആനന്ദമാണത്. എന്നാൽ മാനവ കർമ്മങ്ങളുടെ അന്തസത്ത ഗ്രഹിച്ച പരമഹംസർ ഭഗവത് മാഹാത്മ്യങ്ങൾ വിശദീകരിക്കുന്ന സാഹിത്യങ്ങൾ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് സമ്പൂർണ്ണ പ്രപഞ്ചാന്തരീക്ഷത്തെയും ഏകാഗിയായി പരിശുദ്ധമാകാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകോശങ്ങളെ ഉപമിപ്പിച്ചിരിക്കുകയാണ്. എന്താ? ദിവ്യ വ്യക്തികൾ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അതായത് കാക്കകൾ തീർത്ഥാടനം നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാര്, ഇന്ദ്രിയവാദികളായിട്ടുള്ള ആൾക്കാരെയാണ് കാക്കകളായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെ? കാക്കകളാണ് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ നമ്മളുടെ പിതാക്കന്മാരുടെയൊക്കെ ഈ പിണ്ടം എടുക്കാനായിട്ടൊക്കെ വരുന്നത്, അല്ലെ? പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, അല്ലെ? അതീന്ദ്രിയവാദികളായിട്ടുള്ള ഭഗവാന്റെ ദിവ്യ പ്രേമത്തിൽ ബദ്ധരായിട്ടുള്ളവർ, അവരെ അരണ്യങ്ങളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാക്കകൾ പോകുന്ന സ്ഥലത്ത് എന്തായാലും അരണ്യങ്ങൾ ആ ഏരിയയിലേക്ക് പോകില്ല. കാര്യം അരണ്യങ്ങൾക്ക് ഒരിക്കലും കാക്കകളുള്ള സ്ഥലത്ത് ആനന്ദം കണ്ടെത്തത്തില്ല. അരണ്യങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ടല്ലേ? അത് പാലും വെള്ളം കൂടി ഒരുമിച്ച് കലർത്തി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിൻ്റെ അകത്തെ പാല് മാത്രം കുടിച്ചിട്ട് ആ വെള്ളം അതേപടി അവിടെ വെക്കും. അതാണ് അരണ്യത്തിന്റെ പ്രത്യേകത, ആ ഒരു ജീവിയുടെ പ്രത്യേകത, അല്ലെ? അപ്പൊ അരണ്യങ്ങളായിട്ട് നമ്മള് കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാരെ അരണ്യങ്ങളായിട്ട് ഉപമിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അതായത് ഭൗതികമായിട്ടുള്ള ഈ പറയുന്ന ഭൗതികതയിൽ ആനന്ദം കണ്ടെത്തുന്ന ആ വ്യക്തികളുടെ അടുക്കൽ അതീന്ദ്രിയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ആത്മവാദികളായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണപ്രേമികളായിട്ടുള്ള ആൾക്കാർ വ്യക്തിത്തിൽ അവർക്ക് അവിടെ യാതൊരു സന്തോഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ പറയുന്നത്. അതിന് ഒരുപാട് ഉപമയും ഉദാഹരണങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് ഭാവാർത്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കൃഷ്ണാവബോധം ഗ്രഹിക്കുന്ന നമുക്ക്, നമ്മളെ പോലെ പഠിക്കുന്ന നമ്മളെ പോലെ ഉള്ളവർക്ക് എന്താണ് ഈ പറയുന്ന ഈ ഭൗതികങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരിക്കലും ആസക്തി ഉണ്ടാകുകയോ നമ്മൾ അവിടെ പോകാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ആനന്ദത്തിൽ നമ്മൾ ഒരിക്കലും ചെന്ന് ചാടാറില്ല. അപ്പൊ നമ്മള് അരണ്യങ്ങളുടെ അവസ്ഥയാണ് നമുക്കുള്ളത്. ബാക്കിയുള്ളവരിൽ നിന്നാണ് കാക്കകളുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. വീണ്ടും വീണ്ടും ഭൗതികതയിൽ കൂടി ഇരിക്കുന്നു. അപ്പൊ ഒരിക്കലും അതീന്ദ്രിയവാദിയായിട്ടുള്ള വ്യാസദേവനെ പോലെ ഒരാള് കാക്കകള് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ നാരദമുനി ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? അദ്ദേഹം എന്താണ്? അരണ്യങ്ങള് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കേണ്ട വ്യക്തി എന്താണ്? കാക്കകൾ ഇരിക്കേണ്ട സ്ഥലത്ത് ആണ് ഇപ്പൊ പോയി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം അദ്ദേഹം ഈ എന്താണ് ആ സ്വന്തം നിലം മറന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ആനന്ദമില്ലാത്ത അവസ്ഥ വന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ ക്ലാസ് സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സിറ്റ് ആകാവുന്നതാണ്. 10 മിനിറ്റ് കൂടുതൽ എടുത്തു. ഹരേ കൃഷ്ണ. ഇതെല്ലാം ഇതെല്ലാം ഭാഗവതം ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ടും വ്യാസഭഗവാന് യാതൊരു സന്തോഷം ഉണ്ടായില്ല. അത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷി നാരദ മഹർഷി പറഞ്ഞപ്പോഴാണ് ഭഗവാനെ കുറിച്ച് അതിനകത്ത് പൂഴ്ത്തി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് സന്തോഷം ഉണ്ടാകാത്തത് മഹർഷിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതേപ്പറ്റി എഴുതി കഴിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായി. ഹരേ കൃഷ്ണ. ഹരിബോൾ. അപ്പൊ സദാ എല്ലാവർക്കും ഭഗവാനെ പറ്റി ഓർത്ത് സന്തോഷം ഉണ്ടാകട്ടെ. കൃഷ്ണമാരി മാതാജിക്ക് പോയിന്റ് ഉണ്ടോ? നാരദമുനി വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ ഭഗവാനെ പറ്റി മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഭഗവാന്റെ ലീലകളെ പറ്റിയും ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയും ഒന്നും വിശദമായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര പുരാണങ്ങളും എന്തും എഴുതിയാലും ഏതായാലും പരമ ദിവ്യോത്തമ പുരുഷന്റെ എല്ലാ ലീലാവിലാസങ്ങളും എല്ലാ പ്രവർത്തികളെ പറ്റി എല്ലാം നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ഒരു ഗ്രന്ഥം എഴുതിയാൽ മാത്രമേ നിങ്ങൾ സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കഥയാണ് ചരിത്രോജി ഭാഗവതം. ബ്രഹ്മാവിന്റെ അടുത്ത് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതനുസരിച്ച് ഭാഗവത ഗ്രന്ഥം എഴുതി. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് എന്താണ് എല്ലാവർക്കും സദാ
ഭഗവാന്റെ നാമവും രൂപവും ലീലയും ഗുണങ്ങളും എല്ലാം കേട്ടിട്ട് സദാ ആനന്ദമായിട്ടിരിക്കാനായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഞ്ചാകൽപതരുവശ്ച കൃപാസിന്ധു ഭേവച്ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീജയ്. ഹരേ കൃഷ്ണ.